സൂചിപ്പഞ്ചാണ്. ചക്കപ്പഴങ്ങനെ വെട്ടതല്ലടാ, മുറിക്കണം. പഴുത്താന്ന് കളഞ്ഞാണ്. മൂർച്ചയില്ലേ ഇവിടുത്തെ ഈ വീട്ടിലെ പ്രശ്നം? ഒരു സാധനമില്ല നല്ലത്. അമ്മ ഇതൊക്കെ വീട്ടമ്മമാര് ശ്രദ്ധിക്കേണ്ട, നോട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാ, അറിയോ? അപ്പൊ ചക്കയുപ്പേരി ഉണ്ടാക്കാനായിട്ട് വെട്ടി വെച്ച ചക്കയാ ഇരുന്ന് പഴുത്തുപോയി. അമ്മയുടെ മടി കാരണം. അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. അതുകൊണ്ടിരുന്ന് പഴുത്ത്. ഈ വീട്ടില് ഏതൊരു സാധനം കൊണ്ടുവന്നാലും ഇതിനൊരു കുറച്ചാൾ ഇരിക്കണം, ഇല്ലയോ? അതിങ്ങനെ ഇരുന്ന് കാണണം, എങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ തോന്നത്തുള്ളൂ. എന്താ ചിരി? ഇതിനെന്ത് പറയുന്നത്? ഞെടുപ്പ്. പത്തനംതിട്ടയില് ഇതിനെ എന്ത് പറയുന്നു? അല്ല, അമ്മ കൊല്ലംകാരി, അപ്പൊ കൊല്ലത്തെ ഇതേ പറയത്തുള്ളൂ. കൊല്ലംകാരി എന്ത് പറയുന്നത്? ഞെടുപ്പെന്ന്. ഇട്ടിക്കീറ് ഒളിപ്പിച്ചു വെച്ചു. അടുത്ത ഘട്ടം നമ്മൾ ഈ ഇതിനകത്ത് ഈ ആവശ്യമില്ലാത്ത ഈ സാധനം എന്തോ പൂഞ്ഞോ, കൊല്ലംകാര് പൂഞ്ഞെന്ന് പറയും. എങ്ങനെ? ഇങ്ങനോ? അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ. ഇങ്ങനെ അങ്ങ് എടുക്കാം. ബുദ്ധിയുണ്ട്. കൊല്ലംകാർ വിജയിച്ചു. വീഡിയോ എടുക്കുക. അവനിപ്പോ കൊടുത്ത ക്യാമറയിൽ മൊത്തം, ഫോണിൽ മൊത്തം കറയാവും. അല്ല, പിന്നെ ആരെ ഇരിക്കും? പറ എന്തേലും കൊതിന്നോണയൊക്കെ പറ. ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴില്ലേ കൊതിന്നോണയൊക്കെ പറയുന്നു. പറ എന്തേലും പറ. ഇപ്പൊ ഞാനായിട്ടില്ലേ ഇങ്ങനെ ശോകമായിട്ട് ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ വർത്താനങ്ങൾ കേൾക്കായിരുന്നു അമ്മയുടെ വായിന്ന്. മഴ, ചക്കപ്പഴം, ജോൺസൺ മാഷിന്റെ പാട്ട്. ആ പിടിയായാലും കറയാക്കി. കറ നല്ലതാണ്, വറക്കാൻ ചക്ക വരുന്നു. എന്താ വറക്കാത്ത? എന്താ വയ്യ, മടി. ഞങ്ങളെ ചുമ്മാതാ ഇവര് വീഡിയോ ഓണാക്കുന്നുണ്ട്, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. ഇന്നേ വരെ കഴിഞ്ഞ ആഴ്ച വാർത്ത ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇത് നിന്നെ ആ പാത്രം തന്നെ അറിയുന്നില്ലല്ലോ. അക്ഷയപാത്രം കാണിച്ചു കൊടുത്തേ. ചക്കക്കുരു കണ്ടുണ്ട്, നാളെ അവിയൽ വെച്ച് തരാം. അത് പൂർത്തിയായി. വെട്ടുണ്ടായിരുന്നു ചക്ക. നാളെ എന്താന്ന് മനസ്സിലായോ? ചക്കക്കുരു മെഴുക്കുവരട്ടി. ഇനി ചക്കക്കുരുവിന്റെ അഭിഷേകമായിരിക്കും ഇനി ഒരാഴ്ചക്ക്. ഒരാഴ്ചത്തേക്കൊന്നും കാണത്തില്ല. വിളമ്പി വെച്ചാൽ നീ തീർക്കുമല്ലോ. കുരുവെല്ലാം ഞാൻ പറയും കളയാൻ പോവോ. ചക്കയുടെ മണം എല്ലായിടത്തും പരക്കട്ടെ. അപ്പൊ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാര് മഴയും പിടിച്ച്, മഴയും നനഞ്ഞും പനിയൊന്നും പിടിക്കാതെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള വിഭവങ്ങൾ, കായകനികൾ ഭക്ഷിച്ച് വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. തൊഴിലില്ലാത്ത ഈ അമ്മയെ പോലുള്ളവര്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വെള്ളം കയറി. ഇത് വെള്ളം കയറിയാണ്. ചിലപ്പോഴുള്ള വിളയണമായിരിക്കും കേട്ടോ. ഇല്ല, മധുരമുണ്ട്. മധുരമുണ്ടല്ലോ. മധുരമുണ്ട്, കുഴപ്പമില്ല. ഇന്നത്തേക്കുള്ള ആയി. അമ്മ ഇനി അടുക്കളയിലോട്ട് കയറുന്ന പരിപാടിയില്ല. അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കള പൂട്ടി. എന്തായാലും അമ്മയ്ക്ക് ഓളായി. അത്താഴത്തിനൊന്നും വെക്കണ്ട, സുഖമായിട്ട് സീരിയലും കണ്ടുപിടിച്ചിരിക്കാം. ഇതൊക്കെ തിന്നോണ്ട്. ഇതൊക്കെ ഞങ്ങളെ പറ്റിക്കാറ്. സീരിയൽ കാണും. കട്ട് കാണും. 96 ബാൻ ചെയ്തതാ, 95 രാവിലെ ഒന്നുമില്ല, പറ്റിയില്ല. രാവിലെ ഇനി ഇതിന്റെ എന്തായാലും നാളെ ഉച്ചയ്ക്ക് എന്നിട്ട് ചക്കക്കുരു വെച്ചുള്ള പരിപാടിയാണ്. അത് കൺഫേം.